എൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഒരു ഏജിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റബ്ബിനോടുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് കൂടി മാത്രമാണ്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട് തുടങ്ങാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഥ. ഭയങ്കര നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാകും, അറിയാത്തവരുണ്ടാകും. ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ കഥ വരുന്നത്. ആ കഥയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ്. ഒരു കുട്ടി ജനിക്കുന്നു. കൈകളുമില്ല, കാലുകളുമില്ല. കാലുകളില്ല. ഇത് പറഞ്ഞപ്പോൾ പല ആളുകളുടെ മനസ്സിലും പല ആളുകളുടെ ഫോട്ടോ വന്നിട്ടുണ്ടാകും. കൈകളും കാലുകളില്ലാതെ ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ കുട്ടിയെ കൊണ്ട് പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മകനെ നിങ്ങൾക്ക് കാണണോ? കുട്ടിയെ കൈകളും കാലുകളും ഇല്ല, കുട്ടിയെ കാണാൻ തന്നെ ഒരു വേറെ രൂപത്തിലാണ്, അതുകൊണ്ട് കുട്ടിയെ നിങ്ങൾ കാണണമെന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് ആ അച്ഛനും അമ്മക്കൊരു പേടി, ഇതെന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഡോക്ടർ ഇങ്ങനെ ചോദിക്കാൻ എന്താ കാരണം? കാരണം കുട്ടിയെ കാണണോ, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ കാണണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ പാരൻസ് പറഞ്ഞു നമ്മൾ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ കണ്ട സമയത്ത് കൈകളില്ല, കാലുകളില്ല. നമുക്ക് പറയാം, നമുക്കിപ്പോൾ നടക്കാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു. സംസാരിക്കാനും കേൾക്കാനുണ്ടെങ്കിൽ പോലും ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ കൈകളും കാലുകളും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ കുട്ടി ജനിക്കുകയാണ് ലോകത്തിൽ. ജനിച്ചതിന് ശേഷം ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കറിയുന്നുണ്ടാവും, സ്കൂളിൽ കൈകളും കാലുകളും ഇല്ലാതെ എങ്ങനെയായിരിക്കും ആ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നിൽക്കുക. നമ്മൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ പല കാര്യങ്ങളും ഓടുന്നു, ചാടുന്നു, എഴുതുന്നു, ടീച്ചേഴ്സിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. പക്ഷേ ഈ ആൺകുട്ടിക്ക് മാത്രം എന്ത് ചെയ്യുന്നില്ല, ഇതിനൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഫ്രണ്ട്സ് എല്ലാവരും കളിക്കുന്ന സമയത്തായിക്കോട്ടെ, ഫ്രണ്ട്സ് എല്ലാവരും ഓടി കളിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇതൊന്നും പറ്റുന്നില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ കളിയാക്കുന്നു, കൈയില്ല, കാലില്ല. ഈ സമയത്ത് ഈ കുട്ടിക്ക് ഭയങ്കര പ്രഷർ കയറുകയാണ്, ഭയങ്കര സങ്കടം വരികയാണ് ഈ കുട്ടി ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടി ആലോചിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ദൈവം എന്ന് പറയുന്നത് ഇത്ര ക്രൂരനാണോ എന്നെ എങ്ങനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി എന്ന് കുട്ടി ആലോചിക്കുകയാണ്. ഈ കുട്ടി ആലോചിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിലൂടെ ഒരുപാട് തോട്ട്സുകൾ പോകുന്നുണ്ട്. എനിക്ക് മരിക്കണം, എനിക്ക് ഭൂമിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. കൈയില്ല, കാലില്ല, എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് ഉപകാരമുള്ളത്? ആർക്കും എന്നേറ്റൊരു കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. മൈൻഡൊക്കെ വന്നിട്ട് ഈ കുട്ടി ആത്മഹത്യക്ക് ട്രൈ ചെയ്യാണ്. ഒരു പ്രാവശ്യം ആത്മഹത്യ ട്രൈ ചെയ്തു. സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് ട്രൈ ചെയ്തു. ഇങ്ങനെ ഈ കുട്ടി ഒരുപാട് ആത്മഹത്യക്ക് ട്രൈ ചെയ്തിട്ട് ഇതിലൊന്നും ഈ കുട്ടി മരണപ്പെടുന്നില്ല. ഈ കൈയും കാലില്ലാത്ത ഈ കുട്ടി എന്തെന്നില്ല, മരണപ്പെടില്ല. ഈ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ ഇത്രയും ആത്മഹത്യക്ക് ട്രൈ ചെയ്തിട്ട് എന്തുകൊണ്ട് ഞാൻ മരിക്കുന്നില്ല എന്നുള്ള തോട്ടാ കുട്ടിക്ക് വന്നു. ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഇരുന്ന് ആലോചിക്കുകയാണ്, എനിക്ക് കൈകളും കാലുകളും മാത്രമേ ദൈവം തരാത്തതുള്ളൂ. കൈകളും കാലുകളും മാത്രമേ ദൈവം തരാത്തതുള്ളൂ. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് കുട്ടി ആലോചിക്കുകയാണ്. ദൈവത്തിനോടുള്ള ആ സ്നേഹവും സന്തോഷം തന്നെയാണ് പെട്ടെന്ന് ആ കുട്ടിയുടെ ഉള്ളിൽ വരികയാണ്. ഇത് വേറെ വല്ലതല്ല, നിക് വിജോസിക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൈകളും കാലുകളും ഇല്ലാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പെയ്ഡായിട്ട് സെഷൻസ് എടുക്കുന്ന നിക് വിജോസിക് എന്ന് പറയപ്പെടുന്ന വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. കണ്ടിട്ടുണ്ടാവും ചിലവരൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്, കൈകളും കാലില്ലാത്ത അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിന്. അതൊക്കെ പറ്റുകയാണ് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദിവസം ഇന്ന് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന തന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡും പടച്ച റബ്ബിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ഈ കഥ പറയാൻ തന്നെ റബ്ബിനോടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോ, പല സമയങ്ങളിലും എന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് പരിചയം. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ പറയുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ ഇല്ലാത്തവരിലേക്ക് നോക്കാതെ നിങ്ങളുടെ ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കൂ. പല സമയങ്ങളിലും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് റബ്ബ് ആ കഴിവ് തന്നിട്ടില്ലല്ലോ, റബ്ബ് ഈ കഴിവ് എനിക്ക് തന്നിട്ടില്ലല്ലോ, എൻ്റെ സൗന്ദര്യം എന്തെങ്ങനായിപ്പോയേ, എൻ്റെ കൈ എന്തെങ്ങനായിപ്പോയേ, എൻ്റെ കാലെന്തെങ്ങനായിപ്പോയേ. പല കാര്യങ്ങളിലും നമ്മൾ റബ്ബിൻ്റെ അടുത്ത് കുറ്റം പറയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്തേക്കോട്ടെ പല സാഹചര്യങ്ങളും റബ്ബിൻ്റെ അടുത്ത് നമുക്ക് കിട്ടാത്തത് ഇങ്ങനെ റബ്ബിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കത് തന്നില്ല, എനിക്കിത് തന്നില്ല. ഇതൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യുക, റബ്ബിനോട് നന്ദി പറഞ്ഞു തുടങ്ങുക. ദിവസം തുടങ്ങുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ആ ദിവസം തുടങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കുക, റബ്ബേ ഇന്ന് ഇത്രയും ദിവസം ബ്യൂട്ടിഫുൾ അല്ല ദിവസം എനിക്ക് തന്നല്ലോ റബ്ബേ, പടച്ച റബ്ബേ ഇത്രയും നല്ലൊരു ദിവസം എനിക്ക് തന്നല്ലോ. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നു,
നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി വന്നിരിക്കുന്നു. ഇതേ സമയം പലസ്തീനിൽ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? പലസ്തീനിൽ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? നമ്മൾ സോഷ്യൽ മീഡിയ വഴി പലതും കാണുന്നതാണല്ലേ. പക്ഷേ അൽഹംദുലില്ലാ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ജീവിതം പഴയ രീതിയിലേക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബ് മാത്രമാണ് അവിടെ കൂടിയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ദിവസം തുടങ്ങുന്ന സമയത്ത് റബ്ബിൻ്റെ അടുത്ത് ഹൈറും ബർക്കത്തും റബ്ബ് ഇന്നത്തെ ദിവസം നല്ല ഭംഗിയോട് കൂടി എനിക്ക് തന്നല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ റബ്ബേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ റബ്ബേ, സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ റബ്ബേ. ഇന്നേ ദിവസം മരണപ്പെട്ടു പോയ എത്ര പേരുണ്ടായിരിക്കും? ഇന്നീ ദിവസം മരണപ്പെട്ടു പോയ എത്ര പേരുണ്ടായിരിക്കും? ഇന്നീ നിമിഷം ആക്സിഡൻ്റ് ആവുന്ന എത്ര പേരുണ്ടായിരിക്കും? നിമിഷം ആക്സിഡൻ്റ് ആവുന്ന എത്ര പേരുണ്ടാവും? പക്ഷെ അൽഹംദുലില്ലാ നമ്മൾ അതിലൊന്നും പെട്ടിട്ടില്ല. റബ്ബിൻ്റെ ഹൈർ കൊണ്ടും റബ്ബിൻ്റെ ബർക്കത്ത് കൊണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ദിവസം നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഹൈസെക് എന്ന പ്രോഗ്രാമിൽ ഓരോ കാര്യങ്ങൾ കേൾക്കാനും ദീനിനെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ അറിവ് പഠിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള പല തരത്തിലുള്ള കുട്ടികളുണ്ടായിരിക്കും. ഒന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം, ദീൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ആഗ്രഹത്തോട് കൂടിയിട്ട് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് വന്നവരുണ്ടാകും. രണ്ടാമത്തെ കാറ്റഗറി എന്തായിരിക്കും അറിയോ? ഇതിപ്പോൾ ഹൈസെക് അല്ലേ, പോയി നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്ന നേരത്തോടു കൂടി വരുന്നുണ്ടാവും. മൂന്നാമത്തെ കൂട്ടരുണ്ടാകും പാരൻസിൻ്റെ നിർബന്ധപ്രകാരം ദീനി ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചവരുണ്ടാകും. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരായിക്കോട്ടെ, ആരെന്തുന്തി പറഞ്ഞയച്ചായിക്കോട്ടെ, ഇവിടെ കിട്ടുന്ന ഓരോ സംഭവങ്ങളും ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടാതെ അത് ലൈഫ് ലോങ് മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിജയിച്ചിട്ടില്ല കേട്ടോ, ഞാൻ കംപ്ലീറ്റ്ലി അത്ര സക്സീഡ് ആയിട്ടുള്ള പേഴ്സൺ ഒന്നുമല്ല. ജസ്റ്റ് എ സ്മോൾ സ്റ്റെപ്പ്. ഓരോ സംഭവങ്ങളായിക്കോട്ടെ അതൊക്കെ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പണ്ട് മുതലേ, ചെറുപ്പകാലം മുതലേ ഇതിങ്ങനെ ഡ്രീം ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതും സ്പീച്ച് ചെയ്യുന്നതും ഈ ചെയ്യുന്നതിൻ്റെ കൂടെ, ആ ഡ്രീം ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് റബ്ബിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ട്, റബ്ബിൻ്റെ അടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് കൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് ഓരോ കാര്യങ്ങൾ നേടാൻ പറ്റി. ഞാൻ ഓപ്പണായി പറയാണ്, 5 വക്ത് നമസ്കാരത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് റബ്ബേ ഈ ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മോളാക്കി മാറ്റണം എന്നുള്ളതാണ്. ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത് ശീലിച്ച്, കാരണം 5 വക്ത് നമസ്കരിക്കുന്ന സമയത്തായിക്കോട്ടെ, അത് കഴിഞ്ഞ് തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയത്തായിക്കോട്ടെ, ഓരോ സമയത്തും എൻ്റെ മനസ്സിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന സമയത്തായിക്കോട്ടെ, ലോകത്തിന് ഉപകാരപ്പെടുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്തായിക്കോട്ടെ, ദീൻ എനിക്ക് മുറുകെ പിടിക്കാൻ പറ്റണേ റബ്ബേ. ദീനിൻ്റെ മാർഗത്തിലും ഇസ്ലാമിൻ്റെ പേരിലും ലോകത്ത് അറിയപ്പെടാൻ പോകുന്ന നല്ലൊരു പെൺകുട്ടി ആക്കി മാറ്റണ റബ്ബേ എന്നത് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയത്ത് നമസ്കരിച്ചിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉത്തരം കിട്ടൂല. നമുക്ക് അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചു പോകും. ഇതെന്തായാലും കിട്ടുന്ന ആഗ്രഹിച്ചു പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാതായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. ഓപ്പണായി പറയുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഞാൻ ദീനിൽ നിന്നിങ്ങനെ പിറകോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതേ സമയം പിറകോട്ട് പോകുന്ന സമയം ഞാൻ എന്ത് ചെയ്യും, വീണ്ടും എൻ്റെ നമസ്കാരം, ഖുർആൻ ഓത്തും, അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യും, മുറുകെ പിടിക്കും. ആ മുറുകെ പിടിക്കുന്ന എനിക്ക് ഓരോ മിറാക്കിളായിട്ട് ഓരോ സംഭവങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വരും. ഓരോ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് ആ കിട്ടുന്ന സമയത്താണ് റബ്ബെന്ന ആ ഒരു ശക്തിയിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹവും ആ കരുണയും ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വാപ്പാടും ഉമ്മാടല്ല ഞാൻ ആദ്യം പറയണ്ടാവാ. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ള ആത്മമായ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും എന്ത് സന്തോഷം വന്നാലും നമസ്കരിച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കുക റബ്ബിൻ്റെ അടുത്താണ്. റബ്ബേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, റബ്ബേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ സംഭവിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ 5 വക്ത് നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്? ഒരു ചെറിയ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാനൊരു പ്രാവശ്യം ക്ലാസ് എടുക്കാൻ പോയി. ഒരുപാട് പെൺകുട്ടികൾ നിൽക്കുന്ന വേദിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റി. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഒരു കുട്ടി ഓടി വന്നിട്ട് ചോദിച്ചു. പിന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു, പിന്നെ അത് നമസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിൻ്റെ പ്രാർത്ഥനയുടെ ഈ കാര്യം പറഞ്ഞു. എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയമ്മയും ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ
പ്രാർത്ഥനയും നമസ്കാരമൊക്കെ ഞാൻ പല സമയത്തും അവരെ പേടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അവരെ പേടിച്ചിട്ടാണ് ഞാൻ നമസ്കരിച്ചിരുന്നത്, ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, ഞാൻ ഖുർആൻ ഓതിയിരുന്നത്. എൻ്റെ പാരൻസിനെ പേടിച്ചിട്ടായിരുന്നു. ആ ചിന്ത മാറ്റി വെച്ചിട്ട് ഞാൻ ആർക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് കൃത്യമായ ബോധം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഒരിക്കലും ഉപ്പാക്ക് വേണ്ടിയിട്ടോ ഉമ്മാക്ക് വേണ്ടിയിട്ടോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടോ വാശിക്കപ്പുറത്തോ ചെയ്യാനുള്ളതല്ല നമ്മുടെ ഓരോ കർമ്മങ്ങളും. അത് റബ്ബിന് വേണ്ടിയിട്ടാണ്. ഈ ലോകം കഴിഞ്ഞിട്ട് പരലോകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ ലോകം നമ്മൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന സമയത്തായിക്കോട്ടെ, പ്രാർത്ഥിക്കുന്ന സമയത്തായിക്കോട്ടെ, കൃത്യമായ നെയ്യത്ത് വെച്ചിട്ട് അത് റബ്ബിന് വേണ്ടിയിട്ടാണ്, എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണുള്ളൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാം. റബ്ബ് ആരതാണ് ചോദിക്കട്ടെ. റബ്ബ് ആരതാ ചോദിക്കുന്ന സമയത്ത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം, റബ്ബ് എൻ്റെതാണ്, എൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബിനോട് എന്ത് പറയാനും, എൻ്റെ റബ്ബിനോട് തുറന്നു പറയാനും, എൻ്റെ റബ്ബിൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവകാശം എൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ റബ്ബ് എൻ്റെതാണുള്ളൊരു ബോധം ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും എന്ത് സന്തോഷം വന്നാലും പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം റബ്ബിൻ്റെ അടുത്ത് ഓടിപ്പോകും നമ്മൾ. അതുകൊണ്ട് തന്നെ റബ്ബ് എൻ്റെതാണ്. റബ്ബ് 99 പേര് തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ഏത് പേരും വിളിക്കാമെന്ന് പറഞ്ഞാൽ റഹ്മാൻ, റഹീം, അൽ മാലിക്, അൽ ഖുദ്ദൂസ്, ഇങ്ങനെ ഒരുപാട് പേരുകൾ തന്നിട്ടുണ്ട്. സ്നേഹത്തോട് കൂടിയിട്ട് ആ റബ്ബിൻ്റെ അടുത്ത് സംസാരിച്ചാൽ, സ്നേഹത്തോട് കൂടിയിട്ട് ആ റബ്ബിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ലോകത്തന്നെയിൽ പരലോകത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എനിക്കതിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്, പലതരത്തിലും ഫേസ്ബുക്കിലായിട്ട്, യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, പല രീതിയിലും ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ പോലും എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതെപ്പോഴും ലൈഫ് ലോങ് കീപ്പ് ചെയ്യുന്നുള്ളത് ഞാൻ എന്നോട് തന്നെ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് കൊടുത്ത പ്രോമിസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചീത്തത് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് തോന്നും ഇത് തെറ്റാണ് എന്നുള്ളത് കറക്റ്റ് ആ മൈൻഡിലേക്ക് അപ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് ഡ്രീംസും ഗോൾസും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും പല ആളുകളും വന്ന് ചോദിക്കാറുണ്ട് ഈ ഡ്രീംസും ഗോൾസൊക്കെ വേണോ എന്നുള്ള തരത്തിൽ. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നാൻ ഡ്രീംസും ഗോൾസൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്, പാരൻസ് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഗോൾസും ഡ്രീംസൊക്കെ ഉണ്ടാകും. അതൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇസ്ലാം, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നത് കൃത്യമായി കീപ്പ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി, ആരാണ് ഞാൻ എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ലോകത്ത് എവിടെ അറിയപ്പെട്ടാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര സ്വപ്നം കാണുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഏത് ലോകത്തെ ഏറ്റവും വലിയ അറിയപ്പെട്ട ആളായിക്കോട്ടെ, അവിടെയൊക്കെ ചെന്നാൽ പോലും നമ്മൾ എന്തെടുത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ള സംഭവം വിടരുത്. ക്യാമ്പസുകളിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സെഷൻസും ചോദ്യോത്തരങ്ങളെല്ലാം വരുന്നുണ്ട്. ക്യാമ്പസൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ക്യാമ്പസിലേക്ക് പോകുന്ന സമയത്ത്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൂടുന്ന സമയത്ത് നമ്മുടെ മതം ഇതാണ്, ഞാൻ തട്ടുവിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തട്ടുവിടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും മടിയായി കാണരുത് കേട്ടോ. ഹിജാബ് ആയിക്കോട്ടെ, നമ്മുടെ ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ, നമസ്കാരം ആയിക്കോട്ടെ, അതൊരിക്കലും നമുക്കൊരു കുറവായിട്ട് കാണരുത്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ തട്ടുവിടുന്നുണ്ട്, ഞാൻ എൻ്റെ ഷാൾ ചുറ്റുന്നുണ്ട്, അത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം. ദിസ് ഇസ് മൈ ഐഡൻറ്റിറ്റി. അതാണ് നമ്മൾ ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ന്യൂ ജനറേഷനിൽ പല തരത്തിലും നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുന്ന സമയത്തും പക്ഷേ ഇതെന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഇതെന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, ഞാൻ പഠിച്ച മതത്തിൽ ഇതില്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ക്യാമ്പസുകളിലായിക്കോട്ടെ, ക്യാമ്പസ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, ഫ്രണ്ട്സുകളൊക്കെ തട്ടുവിടാതെയും അതുപോലെ തന്നെ നമസ്കരിക്കാതെ നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം, പക്ഷേ ഇതെൻ്റെ ഐഡൻറ്റിറ്റി അല്ല എന്നുള്ള കൃത്യമായ ബോധം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വന്നാലും സന്തോഷത്തോട് കൂടിയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എന്ത് കിട്ടിയാലും നന്ദിയുള്ളവരാകുക. എന്ത് സഹായം വന്നാലും എന്ത് കിട്ടിയാലും അതിനോടൊക്കെ നന്ദി പറയാനുള്ളൊരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു നല്ല മനുഷ്യനായി മാറുക നമ്മൾ.
ഈ ലോകം കഴിഞ്ഞിട്ട് ഖബറിൽ കിടക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ദേഷ്യവും വിദ്വേഷവും പകയും ഇതെല്ലാം കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഖബറിലേക്ക് പോകുമ്പോൾ ഒരുപാട് ശിക്ഷ നമ്മൾ വാങ്ങേണ്ടി വരും. ഇതൊന്നുമില്ലാത്ത സ്നേഹം മാത്രം കൊടുക്കുന്ന, ആരോടും ദേഷ്യമില്ലാത്ത, ആരോടും പകയില്ലാത്ത, ആരോടും അസൂയില്ലാത്ത നല്ലൊരു പ്യുവറായിട്ടുള്ള ഹേർട്ട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യരെ നിങ്ങളായിട്ട് തന്നെ കണ്ടുവെച്ച് നോക്കൂ. ആരെ കാണുന്ന സമയത്തേക്കൂടെ സ്നേഹം മാത്രം കൊടുക്കുന്നു, ആരെ കാണുന്ന സമയത്തേക്കൂടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യരെ നമുക്ക് മാറിക്കൂടെ? ദേഷ്യമില്ല, പകയില്ല, അസൂയയില്ല, കുശുമ്പില്ല, ഇതൊന്നുമില്ലാത്ത നല്ലൊരു മനുഷ്യരെ നമുക്ക് മാറിക്കൂടെ? റബ്ബ് ഖുർആനിൽ സൂറ ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, ലഇൻ ശക്കർതും ലഅസീദന്നകും, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നിങ്ങൾ എൻ്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? റബ്ബിൻ്റെ അടുത്ത് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. റബ്ബിൻ്റെ അടുത്ത് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. എന്ത് കിട്ടിയാലും റബ്ബി അൽഹംദുലില്ലാ, എന്ത് നടന്നാലും റബ്ബി അൽഹംദുലില്ലാ എന്നുള്ളൊരു ആ ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. താങ്ക് യു, അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ. ഇതൊരു ശീലമാക്കി മാറ്റണം. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മുഖം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സ്നേഹം മാത്രം കൊടുക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. അതിന് നമ്മുടെ മൈൻഡും നമ്മുടെ ഹാർട്ടും ഒന്ന് പ്യുവറാക്കിയാൽ മാത്രം മതി. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ വരുമ്പോൾ നമ്മളോട് പറയും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറത്തു തരണേന്ന് പറയാറുണ്ട്, പുറത്തു തരണേന്ന് പറയാറുണ്ട് ഇല്ലേ? അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഇല്ലാതെ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക? ആരെങ്കിലും നമ്മളായിട്ട് തെറ്റ് ചെയ്താൽ അത് പുറത്തു കൊടുത്തോണ്ടേയിരിക്കാം, പുറത്തു കൊടുക്കുക. എനിക്കങ്ങനെ ദേഷ്യം വിദ്വേഷമൊന്നും ഇല്ല കേട്ടോ നിങ്ങളുടെ അടുത്ത്, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, ഞാൻ അപ്പം തന്നെ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ള മനസ്സോട് കൂട്ടിയിട്ട് നമ്മൾ മാറുക. അങ്ങനെ നല്ല മനുഷ്യരാവുന്ന സമയത്ത് എന്ത് രസമായിരിക്കും എന്നറിയോ? നല്ല മനുഷ്യരാകുന്ന സമയത്ത് എന്ത് രസമായിരിക്കും. നമ്മുടെ പുറം അതുപോലെ തന്നെ നമ്മുടെ അകം ഒന്നുകൂടി ക്ലിയർ ആക്കിയാൽ മരിച്ചു പോകുന്ന സമയത്ത് എത്ര ഹാപ്പിയോട് കൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് നടന്നേക്കാം, നാളെ നടന്നേക്കാം, മറ്റന്നാൾ നടന്നേക്കാം. നമസ്കാരം ആയിക്കോട്ടെ, പല സാഹചര്യം നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നീട്ടി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യമൊക്കെ ഞാനൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഒരു മൈൻഡ് എക്സാക്ട്ലി എനിക്ക് ഏകദേശം അറിയാം. നമ്മൾ ചിലപ്പോൾ നല്ല ഈമാനും ഇസ്ലാമൊക്കെയുള്ള നല്ല മനുഷ്യരായി മാറാൻ വേണ്ടി തീരുമാനിക്കും. ഈ തീരുമാനിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇന്ന് എന്തായാലും 5 വക്ത് നമസ്കരിച്ചിരിക്കും, ഞാൻ ഉറപ്പാണ് 5 വക്ത് എന്തായാലും കൃത്യമായിട്ട് നമസ്കരിക്കുന്നുള്ള മനസ്സോട് കൂടി നമ്മൾ തുടങ്ങും. സുബഹിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, സുബഹി ഇപ്പം നമസ്കരിക്കും, ഇനി നാളെ മുതൽ നന്നാവാ, അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നന്നാവാം. ഇനിയിപ്പോൾ സുബഹി നമസ്കരിച്ചാൽ ചിലപ്പോൾ ലൊഹറ് പോകും. ഈ ലൊഹറ് പോയാൽ ഇന്നിപ്പോൾ ഏതായാലും ലൊഹറ് പോയി, ഇനി നാളെ മുതൽ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിക്കാം. ഇത് ഈ മനസ്സെന്ത് ചെയ്യാൻ നമ്മൾ മാറ്റിവെക്കാം കേട്ടോ. ഈ മനസ്സ് നമ്മൾ മാറ്റിവെക്കുക. ഈ മനസ്സൊന്ന് മാറ്റി വെച്ചിട്ട് റബ്ബേ എൻ്റെ മരണം എപ്പോഴാന്ന് പറയാൻ പറ്റൂല, ഇന്ന് നന്നാവാൻ തീരുമാനിച്ച ഇന്ന് നന്നാവാ ആ ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമസ്കാരം ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, ഒന്നും പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് വെക്കാതിരിക്കുക. നമ്മുടെ മരണം നമ്മുടെ കയ്യിലല്ല, നമ്മുടെ റൂഹ് നമ്മുടെ കയ്യിലല്ല. എപ്പോഴും നമ്മൾ മരിക്കാം. ചിലപ്പോൾ ഞാൻ ഇന്ന് മരണേക്കാം, അല്ലെങ്കിൽ നാളെ മരണപ്പെട്ടേക്കാം, മറ്റന്നാളെ മരണപ്പെട്ടേക്കാം. എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആർക്ക് വേണ്ടി നിയ്യത്തോട് കൂടി നിങ്ങൾ നിയ്യത്തോട് കൂടിയിട്ട് ചെയ്യുക. എന്ത് കാര്യം ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അതൊരു നല്ല നിയ്യത്തായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഒരു നല്ല നിയ്യത്തായിരിക്കണം. ഞാനിപ്പോൾ ഈ നന്മ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. ഒരു നന്മ കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്കിതിന് ഒരു പേയ്മെൻ്റ് ആയിട്ടോ ഒന്നും വേണ്ട, ഇന്നെ റബ്ബിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അവിടെ കൊടുക്കുന്നൊരു സ്നേഹബന്ധമുണ്ട്, അത് ഭയങ്കര ഡിഫറെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അതെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തേക്കോട്ടെ അത് സ്നേഹത്തോട് കൂടിയിട്ടും നല്ല നീയത്തോട് കൂടിയിട്ടും ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പം എന്ത് ചെയ്യുക? എന്ത് കാര്യം കിട്ടിയാലും അതിനെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുക. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരുപാട് പാരൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പാരൻസ് കുറവാണ്, പക്ഷെ എന്നാലും ഏകദേശം കുറച്ച് പാരൻസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാപ്പിയും എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വാപ്പിയും ഇവിടെ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഏത് പ്രോഗ്രാമിന് പോയാലും ഞാൻ അവരില്ലാതെ പോകാറില്ല. ഏത് പ്രോഗ്രാമിന് പോയാലും അവരെന്നെ കൂടെ ഉണ്ടാവാറുണ്ട്, താങ്ങും തണലും ആയിട്ട്. ഒരു കാലത്ത് വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് പല സാഹചര്യത്തിൽ എൻ്റെ വാപ്പിയമ്മയൊക്കെ ഫാമിലീസൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് ചിലപ്പോൾ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നല്ല മാർക്ക് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസ് പറയും, ഓള് നന്നായിട്ട് സംസാരിക്കും, ഓള് നന്നായിട്ട് സ്പീച്ചൊക്കെ ചെയ്യും,
ആളുകളായിട്ട് നന്നായിട്ട് ഇടപെടാൻ അവർക്ക് നല്ല കഴിയും എന്നുള്ളത് ഫാമിലീസിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയും. ഈ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പാരൻസ് എന്നെ കുറിച്ച് പൊക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് വെച്ചൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് അവരെന്ത് ചെയ്തു, എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ, ഇനി വരുന്ന കാലഘട്ടത്തിൽ, ഇനി ഏത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അറിയപ്പെട്ട ഒരു വലിയ ആളായി തീർന്നാലും, ഏറ്റവും വലിയ അറിയപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നാലും, തൗസൻഡ്സ് ഓഫ് 2000s ഓഫ് ആയിരക്കണക്കിന് 2000 ആളുകൾ ഇരിക്കുന്ന വേദിയിൽ പോലും ഞാൻ അവരെ കുറിച്ച് പൊക്കി പറയാന്നുള്ളത് അന്നെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഏത് വേദിയിൽ പോയാലും അവരെൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്, അവരെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ആ സപ്പോർട്ട് അവിടുന്ന് കിട്ടിയതുകൊണ്ടാണ്. ആ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ നന്നായിട്ട് ഇസ്ലാമിക ബോധത്തോട് കൂടിയിട്ട് വളർത്തിയിട്ടുണ്ട്. 5 വക്ത് നമസ്കാരം ആയിക്കോട്ടെ, എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഇപ്പോഴും ബാലൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മിൻഹ ഡ്രസ്സ് തയ്ക്കുന്നത്, നമസ്കരിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ചോദിക്കുന്ന സമയത്ത് ഒരു കാലത്ത് ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ, ഓപ്പണായി പറയണം, ഒരു കാലത്ത് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഇപ്പം ആ ദേഷ്യമൊക്കെ എങ്ങോട്ടോ പോയി. കാരണം എന്താ, ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, എൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം എന്ത് ചെയ്തു, എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ആ ബോധം എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പം ആരെയും പേടിയും കാര്യങ്ങളൊന്നുമില്ല. എന്ത് വന്നാലും ധൈര്യത്തോടു കൂടി നേരിടാനും എൻ്റെ കൂടെ എൻ്റെ റബ്ബിനെന്നുള്ള വിശ്വാസം എന്ത് ചെയ്തു, എൻ്റെ ഉള്ളിലുണ്ടായി. ആ ഒരു വിശ്വാസം എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പല ന്യൂജൻ സംഭവങ്ങളും ഈ ലോകത്ത് നടക്കുന്ന സമയത്ത് ഇത് ഞാൻ പഠിച്ചിട്ടില്ല എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം. ഞാനൊരു മുസ്ലിമാണ് എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം. ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, അതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് പറയണം. പല സാഹചര്യം നമ്മൾ മടിക്കുന്നതാണ്. ക്യാമ്പസുകളിൽ പോയാൽ ഞാൻ പല ഫ്രണ്ട്സിനെയും കണ്ടിട്ടുണ്ട്, എൻ്റെ കൂട്ടത്തിലുള്ളവരെന്നെ മുസ്ലിമാണെന്ന് പല സമയത്തും പറയാൻ പോലും മടിക്കാറുണ്ട്. ഞാൻ ആലോചിച്ചു പോയി, എന്തിനാണ് മുസ്ലിമാണെന്ന് പറയാൻ മടിക്കുന്നത്? ഡ്രസ്സിങ് സ്റ്റൈലായിക്കോട്ടെ, നമസ്കാരത്തിൻ്റെ കാര്യമായിക്കോട്ടെ, അതൊക്കെ അഭിമാനത്തോടു കൂടി ചെയ്യാൻ നമുക്ക് പറ്റണം. അവിടെയാണ് സ്റ്റുഡൻസ് ഓരോരുത്തരും വിജയിക്കുന്നത്, അവിടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഉപകാരപ്പെടുന്ന, വീണ്ടും പറയുന്നു, ലോകത്തിൽ ഉപകാരപ്പെടുന്ന ഹലാലായ മാർഗത്തിലുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ പഠിക്കുക. നല്ല സ്വപ്നങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക. ആ സ്വപ്നങ്ങൾ കാണുന്നത് കൂടി ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞൊരു കോട്ടുണ്ട്, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്താനുള്ള സ്വപ്നം എന്ന് പറയാറുണ്ട്. എൻ്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പോസ്റ്റ് വലിയ സംഭവമായിട്ട് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഉറക്കത്തിൽ കണ്ടൊരു സ്വപ്നമായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നത്. ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടേയിരുന്നു, 4 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. പക്ഷേ വീണ്ടും ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള വിഷ്വലൈസേഷൻ കൊണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് അൽഹംദുലില്ലാ അതെൻ്റെ കൈ കിട്ടി. അപ്പോഴാണ് സ്വപ്നത്തിൻ്റെ വാല്യൂം അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ വാല്യൂ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ റബ്ബിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്കിത് കിട്ടുമോ എന്നുള്ളൊരു സംശയബോധം മാറ്റി വെച്ചിട്ട് എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഉത്തരം കിട്ടും എന്നുള്ള കൃത്യമായ ബോധം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സംശയബോധം നിങ്ങൾ ഒന്ന് മാറ്റി വെക്കുക. പല സാഹചര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളല്ലേ, ഇതൊക്കെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ? അത് മാറ്റി വെച്ചിട്ട് എൻ്റെ റബ്ബിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, എൻ്റെ റബ്ബ് ഉത്തരം തന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉത്തരം തരാനുള്ളത്? എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം തരും. ആ ഒരു ബോധം ക്രിയേറ്റ് ചെയ്യുക. പലസ്തീനിൽ നമ്മൾ കാണുന്നുണ്ട്, പലസ്തീനിലെ സഹോദരിമാരും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ വിശ്വാസം നിങ്ങൾ നോക്കിയോ? അവരുടെ ഈമാൻ്റെ ഉറപ്പ് നിങ്ങൾ നോക്കിയോ? എന്ത് വന്നാലും റബ്ബുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഉറച്ച മനസ്സോട് കൂടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. കുഞ്ഞു പിഞ്ഞുങ്ങളെ കൊല്ലുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക ചെറിയ മക്കൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊന്നോളൂ എന്ന് പറഞ്ഞ കുറേ മക്കൾ കൂടെ ഉണ്ട് സ്വർഗത്ത് പോകാന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട്. ആ ഒരു ഈമാൻ്റെ ഉറപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആരെന്ത് നമ്മുടെ മുന്നിൽ വന്നാലും എൻ്റെ ഇസ്ലാം, എൻ്റെ മതം ഇതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഇനി വരുന്ന ലോകത്ത്, ഇനി വരുന്ന ജനറേഷൻ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മളാണ് ഇനി വരുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരാണ് ഇനി വരുന്ന അപ്കമിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ആ ലീഡേഴ്സ് എന്തായിരിക്കണം? ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല ബോധത്തോട് കൂടിയിട്ട് വളർന്നു വരുന്ന ലീഡേഴ്സ് ആയിരിക്കണം. ലോകത്തിന് ഉപകാരപ്പെടുന്ന മക്കളായി തീരണം.
ലോകത്ത് ഉപകാരപ്പെടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളായി തീരണം. ആർക്കും ഒരു ദേഷ്യവും വിദ്വേഷവും പകയില്ലാത്ത നല്ല മനസ്സ്, നല്ല സ്നേഹം മാത്രം കൊടുക്കുന്നവരായി തീരണം നമ്മൾ. അവിടേക്കാണ് ശരിക്കും നമ്മുടെ സക്സസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യുക, ഒരുപാട് സ്വപ്നങ്ങൾ കാണാം, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. സ്വപ്നങ്ങൾ കാണാം, അതിനു വേണ്ടി എന്ത് ചെയ്യാറിയോ, വർക്ക് ചെയ്യാം. ഞാൻ സ്വപ്നങ്ങൾ കാണാം, ഡ്രീം ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കൊരു പ്രാവശ്യം ഒരു കോള് വന്നു. ഒരു കോള് വന്നിട്ട് ഒരു കുട്ടിയെ വിളിച്ചിട്ടുണ്ടായി. കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മിൻഹ പറയുന്ന പോലെ വിഷ്വൽ ചെയ്യുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കാണുന്നുണ്ട്, പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ചോദിച്ചു, ഇതൊക്കെ എന്താ നടക്കാത്തതെന്ന് ചോദിച്ചു. അല്ല, ഇതൊന്നും നടക്കുന്നില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്ന പോലെ ഡ്രീം ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ലൈഫിൽ ഇതൊന്നും നടക്കുന്നില്ല ചോദിച്ചു. ഈ ഡ്രീം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നീറ്റൊക്കെ ക്രാക്ക് ചെയ്ത് MBBS ജോയിൻ ചെയ്യണം, അതിനു വേണ്ടി പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതെന്താണോ എന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അത് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, അതൊന്നുമില്ല, ഞാൻ വീട്ടിലിങ്ങനെ മനസ്സ് വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അതൊന്നും മാറ്റി വെച്ചിട്ട് സ്വപ്നങ്ങളെന്ന് കാണുന്ന സമയത്ത് പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ട ഓരോ സ്റ്റെപ്പുകളും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. അടുക്കുന്ന സമയത്ത് റബ്ബനെ നമുക്ക് ഓരോ കാര്യങ്ങൾ മിറാക്കിളായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഒരുപാട് മിറാക്കിൾസ് അൽഹംദുലില്ലാഹ് ലൈഫിൽ കിട്ടിയ ഒരാൾ കൂടി കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു കുട്ടി കൂടിയാണ്. കിട്ടാത്ത സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിക്കും, ഇതിപ്പോൾ കിട്ടിയില്ലെങ്കിലും ഇത് കഴിഞ്ഞിട്ടുള്ള ലോകത്ത് എനിക്ക് തന്നെ റബ്ബ് എനിക്ക് അതിനുള്ള ഉത്തരം തരും എന്നുള്ള കൃത്യമായ ബോധമുണ്ട്. 5 വക്ത നമസ്കാരം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കാൻ നമ്മൾ ശ്രമിക്കാം, അത് മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഏത് സ്ഥലങ്ങളിലായിക്കോട്ടെ, എത്ര വലിയ തിരക്കുകളിലായിക്കോട്ടെ, എത്ര വലിയ അറിയപ്പെട്ട ആളായിക്കോട്ടെ, എന്തായാലും നമസ്കാരം എന്നുള്ളത് മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. അത് വെറും നമസ്കാരമായി തീരരുത്, അതൊരു എക്സസൈസ് ആയി തീരരുത്. അതെന്തായിരിക്കണം, റബ്ബിന് വേണ്ടിയിട്ട് ആ നീയത്തോട് കൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ് പറഞ്ഞു വരുന്നത്. ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാതെ നമുക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്വപ്നങ്ങൾ കാണുക. ഈ സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് ഈ ലോകത്ത് എൻ്റെ ദീനിനെ, എൻ്റെ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ല പെൺകുട്ടികളായിട്ടും നല്ല ആൺകുട്ടികളായിട്ടും ചങ്കൂറ്റത്തോട് കൂടിയിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കണം. ആ സമയത്ത് ഈ ലോകത്തിൻ്റെ പിറകെ പോകാതെ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ലോകമുണ്ട്, അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി തീരണം എന്നുള്ള വിശ്വാസം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒരു മനസ്സിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ സ്റ്റെപ്പുകൾ നമ്മുടെ മുന്നിലേക്ക് തന്നെ വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് പ്രണയം അതും ഇതൊക്കെ ആയിട്ട് എൻ്റെ മുൻപിൽ ഒരുപാട് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ വരാറുണ്ട് കേട്ടോ. പ്രണയമൊക്കെ ആയിട്ട് പാരൻസ് ഒക്കെ വരാറുണ്ട്, എൻ്റെ മോള് പ്രണയത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പ്രണയിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് കാലം നമ്മളെ വളർത്തി, ഒരുപാട് കാലം നമ്മുടെ കൂടെ പല കാര്യങ്ങൾ ചെയ്തു തന്നു, 10 മാസം ചുമന്നു. ഞാൻ നമ്മുടെ അമ്മയുടെ കുറിച്ച് അങ്ങനെ വിവരീകരിച്ച് പോകുന്നൊന്നുമില്ല. നിങ്ങൾ കേട്ട് പല സൈക്കോളജിസ്റ്റുമാരുടെ അടുത്തേക്കോട്ടെ, നിങ്ങൾ കിട്ടുന്ന സ്കൂളുകളിൽ നിന്നിരുന്ന ക്ലാസ്സിലായിക്കോട്ടെ, ഇതൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഇത് കേട്ടിട്ട് പോലും നമ്മൾ പല സാഹചര്യങ്ങളിലും അതിലേക്കൊക്കെ വഴി തിരിഞ്ഞുകൊണ്ടേയിരിക്കുക. പ്രണയം എന്നൊക്കെ പറയുമ്പോൾ പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയത്തിലേക്ക് ഞാൻ ആളെ പേരോ ഒന്നും പറയുന്നില്ല, ചാടിയിട്ട് അത്രയും കാലം നോക്കിയിരുന്ന പാരൻസിനൊക്കെ ഒഴിവാക്കിയിട്ട് ആ ചെക്കൻ്റെ കൂടെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ കൂടെ പോകുന്നത്. നിങ്ങൾ ഇതൊക്കെ പോകുന്നത് നിങ്ങൾ ആലോചിക്കുക. അത്രയും കാലം നമുക്ക് വേണ്ടിയിട്ട് ചിലവുകൾ എടുത്ത, അത്രയും കാലം നമ്മളെ വളർത്തിയ പാരൻസ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് ഇതെൻ്റെ മോനാണ്, ഇതെൻ്റെ മോളെന്ന് പറയാൻ പറ്റുന്ന നല്ല പാരൻസ് ആക്കണം, നല്ല അഭിമാനിക്കുന്ന പാരൻസ് ആക്കി മാറ്റണം. അവിടെയാണ് ശരിക്കും നമ്മുടെ വിജയം വരുന്നത്. നിങ്ങളുടെ പാരൻസ് എന്ത് ചെയ്യണം? നിങ്ങളുടെ പാരൻസ് പറയണം നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച്, ഇതെൻ്റെ മോനാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്, എൻ്റെ മോളാണ് കേട്ടോ ആ രീതിയിൽ നിൽക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ പാരൻസിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നോക്കൂ, ഇത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. പ്രണയമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ ലൈഫ് ഫോക്കസ് ഇതാണ്, കല്യാണം അത് ഇതൊക്കെ അത് അതിൻ്റെ ടൈമിൽ നടക്കും, നമ്മൾ വെറുതെ അതിലേക്ക് പോകുന്നില്ല എന്നുള്ള ഉറച്ച മനസ്സോട് കൂടിയിട്ട് നിൽക്കുക. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഹലാലായ രീതിയിൽ മുന്നോട്ട് പോവാം. ഒരുപാട് മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് കരയാറുണ്ട്, ഫോൺ വിളിച്ച് പോലും കരയാറുണ്ട്. എന്നെ കേൾക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് പോകും, നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള തോട്ടുകൾ നമുക്ക് വന്നു പോകും. നിങ്ങൾ പ്രണയിക്കുന്ന സമയത്തൊന്നും ആലോചിച്ചേക്കുക, എൻ്റെ സ്വന്തം മക്കള്, അതായത് നിങ്ങൾ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ സ്വന്തം മക്കള് പ്രണയത്തിലേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്.
ഇപ്പം നിങ്ങൾ പറയും അതൊന്നും സാരമില്ല, അത് അവളുടെ ഇഷ്ടമല്ലേ, അവളുടെ ഇഷ്ടത്തിന് ഞാൻ എന്തായാലും അവൾ പറഞ്ഞേക്കും എന്നൊക്കെ പറയുമെങ്കിൽ പോലും ആ സമയത്ത് പാരൻസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലാകും. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ പാരൻസിൻ്റെ സ്ഥാനത്താണോ? അല്ല, ഞാൻ പാരൻസിൻ്റെ സ്ഥാനത്തൊന്നുമല്ല. പക്ഷെ ഒരുപാട് പാരൻസിൻ്റെ കണ്ണീരുകളും ഒരുപാട് പാരൻസിൻ്റെ സങ്കടങ്ങളും ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ചതിക്കുഴിയിൽപ്പെട്ട ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കഥകളും കേൾക്കാറുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ DMs നോക്കിയാൽ മനസ്സിലാവും. പ്രണയത്തിൽ പെട്ടിട്ട് ഒരുപാട് കുട്ടികൾ ആത്മഹത്യാ വക്കിൽ പോലും നിൽക്കുന്നവരുണ്ട്. ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എല്ലാം വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പുസ്തകം പോലെയാണ്. ആത്മഹത്യ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക, ഇനി എത്രങ്ങാനും കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വരാനുണ്ട്. ചെറിയ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ഡ്രഗ്സ്, പ്രണയം, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ. ഇപ്പം നമ്മൾ ന്യൂസുകളിലായിക്കോട്ടെ പലതിലും കാണുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആയത്തെ കുറച്ച് ദിവസം ഉപ്പാക്കും ഉമ്മാക്കും സങ്കടം ഉണ്ടാകും. പിന്നെ നമ്മുടെ ജീവിതം നമ്മൾ കളയുന്നത്. ജീവിതം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ വരുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ സ്പീച്ച് കേട്ടതാണ്. ആ സ്പീച്ചിൽ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കാം. ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം കോമ ഇട്ട് കൊടുക്കാം. കോമ ഇട്ട് കൊടുത്താൽ എന്താ, അതങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മുൻപിലേക്ക് ആരെങ്കിലും ആത്മഹത്യ ശ്രമത്തോട് കൂട്ടിയിട്ട് നമ്മളെ മുന്നിൽ വരുന്നു, സങ്കടങ്ങൾ പറയുന്നു. ആ പറയുന്ന സമയത്ത് ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനൊക്കെയാണോ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്ന തരത്തിലുള്ള തോട്ടൊക്കെ മാറ്റിയിട്ട് കോമ ഇട്ടുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നയിക്കുക. നല്ലൊരു പുസ്തകമാക്കി മാറ്റുക ജീവിതം എന്ന് പറയുന്നത്. നല്ലൊരു പുസ്തകമാണ് ജീവിതം. അതിങ്ങനെ നല്ല രസത്തോട് കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ നല്ല ഭംഗിയാണ്. അത് വായിക്കാനായിക്കോട്ടെ, അത് കാണാനായിക്കോട്ടെ, അത് രസിക്കാനായിക്കോട്ടെ, ഭയങ്കര സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടാതെ കോമ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ആത്മഹത്യാ തോട്ടുകളൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇനി എത്രങ്ങാനും കാര്യങ്ങൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, എത്രങ്ങാനും കാര്യങ്ങൾ എൻ്റെ പാരൻസിനെ എനിക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. ആ ഒരു തോട്ട് കൊണ്ടുവന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കാൻ പറ്റും. അപ്പോൾ പ്രണയം, ഡ്രഗ്സ് എന്നതിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് നിങ്ങളുടെ പാരൻസിൻ്റെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാലത്ത് ഇനി വരുന്ന ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലെ പാരൻസ് ആവേണ്ടതാണ്. അപ്പോൾ എൻ്റെ മക്കൾ ഇതെന്നോട് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊന്നും പ്രശ്നമില്ല, അതൊക്കെ അവിടെ ഇഷ്ടമല്ലേ. പക്ഷെ ആ സമയത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നല്ല മക്കളായിട്ട്, നല്ല മക്കളെന്ന് പറയുന്നില്ല, നല്ല സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ദീനും ഇസ്ലാമും മുറുകെ പിടിച്ചുകൊണ്ട് ഹലാലായ മാർഗത്തിൽ ഡ്രീം ചെയ്യുന്ന, സ്വപ്നങ്ങൾ നാളുന്ന, ലോകത്ത് അറിയപ്പെടാൻ പോകുന്ന നല്ല മക്കളായിട്ട്, നല്ല ലീഡേഴ്സായിട്ട് മുന്നോട്ട് പോവാം. ഇനി വരുന്ന ലീഡേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്, അപ്കമിങ് ലീഡേഴ്സ്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, അപ്കമിങ് ലീഡേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് ശരിക്കും ഓർമ്മ വരുന്നത്, ഒരു കാലത്ത് ഹൈസക്കിൽ അവിടെ എവിടെയോ ഇരുന്നൊരു കുട്ടിയാണ്. കാരണം ചെറുപ്പം മുതലേ ഹൈസെക്കനായിക്കോട്ടെ അങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയുള്ളൊരു വേദിയിൽ ഞാനിവിടെ വന്ന് സംസാരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി പ്രാർത്ഥനയോട് കൂടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യുക, സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക. ഹലാലായ മാർഗത്തിൽ റബ്ബിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ദീന് മുറുകെ പിടിച്ചുകൊണ്ട് നല്ല സ്വപ്നങ്ങൾ കാണുന്ന നല്ല മക്കളായി തീരുക. ഗ്രേറ്റ്ഫുൾ ആ ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ദേഷ്യവും വിദ്വേഷവും പകയൊന്നും ഇല്ലാത്ത, സ്നേഹം മാത്രം കൊടുക്കുന്ന, ഞാൻ വീണ്ടും പറഞ്ഞു, സ്നേഹം മാത്രം കൊടുക്കുന്ന നല്ല മനുഷ്യരായിട്ട് നമ്മൾ മാറിത്തീരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. ഒരുപാട് സന്തോഷം ഹൈസെക്കൻ്റെ ഈ വേദിയിൽ ഇങ്ങനെയൊരു ചാൻസ് തന്നതിലും നിങ്ങളായിട്ട് സംവദിക്കാൻ പറ്റിയതിലും തന്നെ റബ്ബിനോട് തന്നെ അൽഹംദുലില്ലാഹ് നന്ദി പറയാണ്. എനിവേ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.